വിശദമായ വാർത്തകളിലേക്ക്. പട്ടയഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിന് തുടർന്ന് നിർമ്മാണാനുമതി ലഭിക്കാൻ സാഹചര്യമൊരുങ്ങുന്നു. 2024 ജൂൺ 7 വരെയുള്ള ചട്ടലംഘന നിർമ്മാണങ്ങൾ ഫീസ് ഈടാക്കി ക്രമവൽക്കരിച്ചു നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. എന്നാൽ പട്ടയഭൂമിയിൽ നിർമ്മാണാനുമതിക്ക് ഫീസ് അടയ്ക്കേണ്ടി വരുമോ എന്നതിൽ ആശയക്കുഴപ്പം തീരുന്നില്ല. 2024 ജൂൺ 7 ശേഷമുള്ള നിർമ്മാണങ്ങൾ, ഇനിയുള്ള നിർമ്മാണങ്ങൾക്ക് അനുമതി എന്നിവയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഭൂപതിവ് നിയമ ഭേദഗതിയിലെ 4A2 OB ചട്ടം കൂടി മന്ത്രിസഭ അംഗീകരിക്കുന്നതോടെ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുമതി ലഭിക്കും. ഇതിനുള്ള നടപടി ആരംഭിച്ചതായി റവന്യൂ മന്ത്രി വ്യക്തമാക്കി. 1960 ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തയ്യാറാക്കിയപ്പോൾ 1964 1993 ഉൾപ്പെടെ 11 ഭൂപതിവ് ചട്ടങ്ങൾ പരിഗണിക്കേണ്ടി വന്നു. ഇതുകൂടാതെ മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള 362 കേസുകളും വിധികളും പുതിയ ചട്ടങ്ങളുടെ രൂപീകരണത്തിൽ പരിഗണിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ചട്ടരൂപീകരണത്തിന് ദീർഘസമയം വേണ്ടി വന്നത്. പതിവ് ആവശ്യം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുവാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി 7ാം വകുപ്പിലെ OA ചട്ടരൂപീകരണമായിരുന്നു ഏറെ സങ്കീർണമായത്. ആ പ്രശ്നം പരിഹരിച്ചതിനാൽ ഇനി നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്ന OB ചട്ടം കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. ഒന്നാമത്തെ ചട്ടപ്രകാരം 2024 ജൂൺ 7 വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിക്കുവാനാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്ത സമയം വരെയുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുവാനാണ് നിയമം അനുവദിക്കുന്നത്. ക്രമവൽക്കരണത്തിലൂടെ പണപ്പിരിവാണ് ലക്ഷ്യമിടുന്നതെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണ്. വീടും 3000 ചതുരശ്ര അടി വരെയുള്ള കെട്ടിടങ്ങളും സൗജന്യമായാണ് ക്രമവൽക്കരിക്കുന്നത്. ലളിതമായ നടപടിയിലൂടെ ഇത്തരം കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാം. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF അധികാരത്തിൽ ഇരുന്നപ്പോൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.